വയനാട്ടിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചിട്ടില്ല. വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണം. തുരങ്ക നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഈ കിട്ടിയ മെറ്റീരിയലിനെല്ലാം പ്രധാനമന്ത്രിയുടെ റെസിഡൻസിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാരതത്തിന് പുറത്തായതുകൊണ്ടും അദ്ദേഹത്തെ അത് ഇപ്പോൾ അറിയിച്ച് കാണും. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. ഏതായാലും നമുക്കിപ്പം അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. 3 പേരാണ് കൂടുതലുണ്ടാവാതിരിക്കട്ടെ. 9 പേര് ആശുപത്രിയിലാണെന്ന് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. അത് കളക്ടർ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് മുമ്പ് താക്കീത് കൊടുത്തതാണ്. മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ടും അത് മാറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ദുരന്തം അല്ല ഇത് പാഠമാവണം. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്. അല്ല ഇനി അങ്ങോട്ട് ഇതിൻ്റെ കാഠിന്യം ഏറും. ഇതിൻ്റെ ഒരു വർക്ക് സ്പോട്ടിലുണ്ടാവാവുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാവാവുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു മുൻകരുതലും ഒക്കെ ഉണ്ടാവും.